ഹരിയാനയിൽ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടന്ന സ്ഥലങ്ങൾ ഇടത് എംപിമാർ സന്ദർശിക്കുന്നു. പി കരുണാകരൻ എംപിയുടെ നേതൃത്വത്തിലുള്ള എംപിമാരുടെ സംഘമാണ് സന്ദർശിക്കുന്നത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഏതൊക്കെ എംപിമാരാണ് സംഘത്തിലുള്ളത്? ഏതൊക്കെ മേഖലകളിലാണ് ഇവർ സന്ദർശനം നടത്തുന്നത്? സൗമ്യ, ഈ മാസം 25-നായിരുന്നു രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബത്തിലെ 2 യുവതികളെ ബീഫ് കഴിച്ചു, അതിന്റെ ശിക്ഷ എന്ന് ആരോപിച്ചുകൊണ്ട് ഗോരക്ഷ അതോടൊപ്പം ചില RSS പ്രവർത്തകർ ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് 14 വയസ്സും 19 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തത്. ഇത് തടഞ്ഞ ഇവരുടെ 2 ബന്ധുക്കളെ കെട്ടിയിടുകയും പിന്നീട് ഈ 10 അംഗ സംഘം ഇവരെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് തടഞ്ഞ ഈ 2 യുവതികളുടെ മാതാപിതാക്കളും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നു. ഒരു സഹോദരന് ഈ മർദ്ദനമേറ്റ് കൈയും മറ്റും തളർന്നുപോയ സ്ഥിതിയിലാണ്. ഈ പെൺകുട്ടികൾ ഇപ്പോഴും ചികിത്സയിലുമാണ്. എന്നാൽ പോലീസ് കൃത്യസമയത്ത് സ്ഥലത്തെത്താനോ ഇവരെ രക്ഷിക്കാനോ മറ്റും തയ്യാറായിരുന്നില്ല. ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഏകദേശം സമീപ പ്രദേശത്തായിരുന്നു പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്തിരുന്നത്. കൂടാതെ തെളിവ് ശേഖരണം നടത്താതെ തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് തയ്യാറാവുകയും ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇടത് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചത്. പി കരുണാകരൻ MP, അതോടൊപ്പം ബംഗാൾ MP ബദറുദ്ദീൻ ദോസൽഖാൻ, അതോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം നീലോൽപൽ ബസു എന്നിവർ ഉൾപ്പെട്ട ഇടത് നേതാക്കളാണ് സ്ഥലം സന്ദർശിച്ചത്. എത്രയും വേഗം ഇക്കാര്യത്തിൽ പ്രതികളെ പിടികൂടി ഇവർക്ക് നീതി ലഭ്യമാക്കണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. സംഭവം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പി കരുണാകരൻ MPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ നിലവിൽ സർക്കാർ ഈ വിഷയം CBI അന്വേഷണം CBIക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം, നിലവിൽ യാതൊരു തെളിവും ഇവിടെ ഇല്ല എന്നതുള്ളതാണ്. തെളിവുകൾ മുഴുവനായി തന്നെ പോലീസ് നശിപ്പിച്ചിരിക്കുന്നു. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം പോലും ആദ്യം ചുമത്തിയിരുന്നില്ല. പിന്നീട് കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് കൊലപാതക കുറ്റം ചുമത്തിയത്. 2 പെൺകുട്ടികളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടും ബലാത്സംഗ കുറ്റം ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 10 പ്രതികളിൽ 4 പ്രതികളെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുള്ളത്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.